ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ശനിയാഴ്ച വ്ളോഗ്. രാവിലെ തന്നെ കുഞ്ഞൂസ് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ പപ്പായുടെ ഒരു സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞ് ഇറങ്ങുവാണ്. അവനിപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ ജോലിക്ക് പോകുന്നതാണെന്നും അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാവാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് ആൾക്ക്. അവനോട് വഴി പറഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. അങ്ങനെ മുഹമ്മദ് ബിൻ സായിദ് റോഡ് എടുത്ത് പോകുമ്പോഴത്തേക്കാണ് ഞങ്ങളത് ഈ കാഴ്ച കാണുന്നത്. ആകാശത്തിലെ രാജാവ്, എമിറേറ്റ്സ്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ തമ്മിലുള്ള കമ്പനി അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്യുന്ന രണ്ടുപേരാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വെച്ച് എന്നെ കൊണ്ടാക്കിയിട്ട് ആൾ പോവുകയാണ്. എല്ലാ ദിവസവും അഡ്രസ് കൈവി, ബുർജ് ഖലീഫ ഇതൊക്കെ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ ഇന്ന്. അങ്ങനെ ഞാൻ പോകുമ്പോൾ തന്നെ ബീഡു അവിടെ താഴെ ഫോൺ ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട്. അങ്ങനെ ബീഡുവിനൊരു ഹായ് പറഞ്ഞിട്ട് ചെന്നപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഒരാളിരിപ്പുണ്ടായിരുന്നു അവിടെ, ഹസീബ് മുബാറക്ക്. ഹസീബ് ഞാനുമാണ് ഒരു സെയിം ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അവനവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വന്നതാണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ മാരകമായിട്ടുള്ള പണിയെടുപ്പായിരുന്നു. അത് കഴിഞ്ഞ് നേരെ മെട്രോ പിടിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇൻസിൻ്റെ അടുത്തോട്ട് പോവാണ്. ഇൻസിന് എന്നെ വന്ന് വിളിക്കുവാണെങ്കിൽ ഞങ്ങൾ വീടെത്താൻ പിന്നെയും ലേറ്റാവും. എനിക്ക് 6 മണിക്ക് ഡ്യൂട്ടി കഴിയും, പുള്ളിക്ക് 6:30 കഴിയും. അങ്ങനെ ഞാനൊരു 6:45 ആകുമ്പോഴത്തേക്കും മിക്കവാറും ദിവസങ്ങളിൽ എമിറേറ്റ്സ് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ വീടെത്താൻ പറ്റും. അങ്ങനെ പഞ്ച് ഔട്ട് ചെയ്ത് താഴോട്ട് പോയപ്പോഴത്തേക്കും ആളെത്തിയിട്ടില്ല. ഇന്ന് നേരത്തെ വീട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ ചെറിയൊരു ഗൂഢ ലക്ഷ്യമുണ്ട്, ഗ്ലോബൽ വില്ലേജ്. എനിക്ക് എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ മുതൽ, അതായത് ദുബായിൽ വന്നപ്പം മുതൽ എനിക്ക് എൻ്റെ അമ്മേനെ ഈ നാട്ടിലുള്ള അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് കുഞ്ഞിനൊരു 4 മാസം ഇപ്പോഴത്തേക്ക്. അപ്പോൾ അവന് കാഴ്ചകളൊക്കെ കണ്ടാൽ, ലൈറ്റൊക്കെ കണ്ടാൽ തിരിച്ചറിയാനും പുറത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് എൻ്റെ പുത്രൻ. അങ്ങനെ അപ്പോൾ അവനും പോകാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് കാണാൻ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അമ്മേനെയും കുഞ്ഞിനെയും ഞാനും മിൻസിനൊക്കെ ആയിട്ട് ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു അവിടെയൊക്കെ. അങ്ങനെ എല്ലാ പവലിയനിലും ഒന്നും കയറിയില്ല. ആഫ്രിക്ക, ചൈന, ജപ്പാൻ ഇത് 3 എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇന്ത്യയിൽ കയറാതിരിക്കുമോ? ഇല്ല, ഇന്ത്യയിലും കയറും. പിന്നെ ടർക്കിഷ് ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ തുർക്കിയിലും കയറി. തുർക്കിയിൽ കയറി കുറച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഞാൻ ഈ ക്രാവി കൂലി ഇതാണൊക്കെ ഇരിക്കുന്നത്, എൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ടുള്ള സാധനം എന്നെ കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, മൈഗ്രെയിൻ വന്ന ആദ്യത്തെ ഒരു അരമണിക്കൂർ കുഴപ്പമില്ലാതെ ഞാനിങ്ങനെ പിടിച്ചൊക്കെ നിൽക്കും. പക്ഷേ ഒട്ടും സഹിക്കാൻ പറ്റില്ല കുറേ കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ അധിക നേരം അവിടെ നിൽക്കാതെ നേരെ വീട്ടിലോട്ട് വന്നു. ഞങ്ങളുടെ ഒരു ശനിയാഴ്ച ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ശരി, സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് മറക്കരുത്. ഇത് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ട് ഇവിടെ.